കാർത്തിക് സുബ്ബരാജ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീസന്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ തന്നെയാണ് മെട്രോ എന്ന് പറയുന്നത്. ഒരു വൻ പ്രതീക്ഷകളുമായിട്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എത്രത്തോളം വർക്കാവും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഒരു മെയിൻ സ്ട്രീം ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ അനുഭവം എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ടീസർ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസും അതിനകത്ത് കണ്ടിട്ടുള്ള ആ ഒരു ഇമോഷണൽ പരിപാടിയുണ്ട്, അതല്ല സിനിമ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ടീസറിലും ട്രെയിലറിലും കണ്ടിട്ടുള്ള ആ ഒരു പരിപാടിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സിനിമയിലെ കഥ പറയുന്ന രീതിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമുക്ക് ത്രൂ ഔട്ട് സിനിമയിൽ ഒരു ഇമോഷൻ പിടിക്കുന്നതിന് അങ്ങനെ പോകുന്ന രീതിയിലല്ല സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു റോളർ കോസ്റ്റർ പരിപാടി ഉണ്ട്, ഒരുപാട് ഹൈസും ലോസും കാര്യങ്ങൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമ കാണുന്ന ആളുകളുടെ ഒരു പ്രേക്ഷകരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിൽ സിനിമ അത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അത് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിൽ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ പറയാം. അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമയിലെ പെർഫോമൻസുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ സൂര്യ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജോജി ജോർജ് ഉണ്ട്, ജയറാം ഉണ്ട്, പൂജ ഹെഗ്ഡെ ഉണ്ട്. അങ്ങനെ ഇതിൽ വന്നു പോകുന്ന ആക്ടേഴ്സ് എല്ലാവരും തന്നെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ മ്യൂസിക് ആണെങ്കിൽ സന്തോഷ് നാരായണനാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ മ്യൂസിക് എന്ന് പറയുന്നതും സിനിമയിൽ ശരിക്കും ആ ഒരു നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നതിൽ സിനിമയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പങ്ക് വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. കാർത്തിക് സുബ്ബരാജ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ സൂര്യ ഫാനായിട്ടുള്ള ആളുകളോടൊക്കെ പറയാനുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു വൻ പ്രതീക്ഷകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു മയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്.